അഹമ്മദാബാദ് വിമാന അപകടത്തിന് ശേഷം ഇപ്പോൾ നിയമങ്ങൾ മാറ്റാനായി സർക്കാർ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിമാനത്താവളത്തിന് സമീപം വീടുകളുള്ളവരാണ് എന്നാണ് മനസ്സിലാവുന്നത്. ജൂൺ 12-നാണ് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് 279 പേർ മരിച്ചത്. അപകടത്തെ തുടർന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമെടുത്തു. വിമാന സുരക്ഷയ്ക്ക് അപകടമുണ്ടാകുന്ന ഭൗതിക ഘടനകളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനായി മന്ത്രാലയം പുതിയ കരട് നിയമങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ജൂൺ 12-ന് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്നതിനിടെയാണ് ഒരു എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. എന്തായാലും അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിൽ തകർന്നു വീഴുകയായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർശന നടപടികളാണ് ഇതേ തുടർന്ന് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതാണ്. പുതിയ കരട് നിയമങ്ങളുടെ പേര് എയർക്രാഫ്റ്റ് 2025 എന്നാണ്. ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചാലുടൻ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. വിമാനത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള നിയുക്ത പ്രദേശങ്ങളുടെ ഉയര പരിധി കവിയുന്ന കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കുമെതിരെ ഉടനടി നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥരെ അധികാരപ്പെടുത്തുക എന്നതാണ് ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വിമാനപാതയിലെ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനുള്ള ഒരു മുൻകരുതൽ നടപടിയാണ് ഈ സംരംഭത്തെ സൂചിപ്പിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കരട് നിയമങ്ങൾ പ്രകാരം ഒരു ഘടന നിശ്ചിത ഉയരത്തിന് മുകളിലാണെന്ന് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട പ്രദേശത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഒരു നോട്ടീസ് നൽകും. 60 ദിവസത്തിനുള്ളിൽ സൈറ്റ് പ്ലാൻ, ഘടനയുടെ അളവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങൾ സ്വത്തുടമ സമർപ്പിക്കേണ്ടതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഘടന പൊളിക്കുന്നതിനോ അതിൻ്റെ ഉയരം കുറയ്ക്കുന്നതിനോ നടപടിയെടുക്കാൻ അധികാരികൾക്ക് അവകാശമുണ്ടായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഏതെങ്കിലും ഘടന നിയമങ്ങൾ ലംഘിക്കുന്നതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയാൽ അത് നീക്കം ചെയ്യുന്നതിനോ കുറയ്ക്കുന്നതിനോ ഉള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. ഉടമയ്ക്ക് 60 ദിവസത്തെ സമയമാണ് ഇതിന് കിട്ടുന്നത്. കൂടാതെ ഉദ്യോഗസ്ഥർക്ക് പകൽ സമയത്ത് പരിസരം പരിശോധിക്കാൻ അനുവാദം ഉണ്ടാകും. എന്നാൽ അവർ സ്വത്തുടമയ്ക്ക് മുൻകൂർ അറിയിപ്പ് നൽകണമെന്നുള്ള ഒരു നിബന്ധന കൂടെയുണ്ട്. സ്വത്തുടമ സഹകരിക്കുന്നില്ലെങ്കിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് തുടർ നടപടി സ്വീകരിക്കാനും വിഷയം DGCAക്ക് റഫർ ചെയ്യാനും കഴിയും. കരട് നിയമനങ്ങൾ പ്രകാരം ഒരു ഘടന നീക്കം ചെയ്യുന്നതിനോ കുറയ്ക്കുന്നതിനോ ഒരു ഉത്തരവ് പാസ്സാക്കുകയാണെങ്കിൽ വസ്തു ഉടമയ്ക്ക് നിർദ്ദിഷ്ട ഫോം, ആവശ്യമായ രേഖകൾ, 1000 രൂപ ഫീസ് എന്നിവ ഉപയോഗിച്ച് ഒന്നാം അല്ലെങ്കിൽ രണ്ടാം അപ്പീൽ അതോറിറ്റിക്ക് മുമ്പാകെ അപ്പീൽ നൽകാനും സാധിക്കുമെന്നുള്ളതാണ്. നഷ്ടപരിഹാര വ്യവസ്ഥകളും ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക ഉത്തരവുകൾ പ്രകാരം ഉടമയോട് ഘടന പൊളിക്കാനോ പരിഷ്കരിക്കാനോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തരവ് പാലിച്ചവർക്ക് മാത്രമേ ഇന്ത്യൻ എയർ ട്രാൻസ്പോർട്ട് ആക്ട് 2024 സെക്ഷൻ 22 പ്രകാരം നഷ്ടപരിഹാരം നൽകൂ. വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതിക്ക് ശേഷം നിയമങ്ങൾ ലംഘിച്ച് നിർമ്മിച്ച ഏതൊരു ഘടനയ്ക്കും നഷ്ടപരിഹാരം ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.